കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ മോണിഡുവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പ്രാവശ്യം കൂടെ നമുക്കൊരുമിച്ച് ദൈവവചനം ധ്യാനിപ്പാൻ തക്കോണം കർത്താവ് സഹായിച്ചല്ലോ. കഴിഞ്ഞ അനേക ദിവസങ്ങളായി നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളാണ് ചിന്തിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു ഈ ഉപമകൾ പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യത്തിൻ്റെ ഓരോ തത്വങ്ങളെയും മൂല്യങ്ങളെയും മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്താലാണ്. പക്ഷെ പലപ്പോഴും ആളുകൾ ഇത് ആ ഒരു വിധത്തിൽ ചിന്തിക്കാറില്ല. ഈ പ്രഭാത ധ്യാനത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങൾ എന്താണെന്നും മൂല്യങ്ങൾ എന്താണെന്നും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളാണ്. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോസ്തലനായ പത്രോസ് യേശുവിനോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഈ ഉപമയുടെ കാരണമെന്ന് പറയുന്നത്. ക്ഷമയെ സംബന്ധിച്ചുള്ള ഒരു ഉപമ. പത്രോസ് ചോദിക്കുന്നു, ഞാൻ എൻ്റെ സഹോദരനോട് 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ യേശു അതിനുത്തരം പറഞ്ഞത് 7 അല്ല 70 വട്ടം എന്ന് പറയുന്നു. ഈ 7 അല്ല 70 വട്ടം എന്ന് പറയുന്നത് പരിധിയില്ലാത്ത ക്ഷമ എന്നുള്ള അർത്ഥത്തിലാണെന്നാണ് നമുക്കിവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ആണ് കർത്താവ് യേശുക്രിസ്തു ഇത് സംബന്ധിച്ചുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഉപമ പറയുന്നത്. 23-ാം വാക്യം, സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടമ്പെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയിലാകിയാൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. വല്ലാത്ത ഒരു സാഹചര്യം. ഒരു രാജാവ് കടം തീർപ്പാൻ തൻ്റെ ദാസന്മാരെ വിളിച്ചപ്പോൾ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ രാജാവ് പൊക്കിയെടുത്തു. രാജാവ് നോക്കിയപ്പോൾ 10,000 താലന്ത് ഈ ദാസൻ കടപ്പെട്ടിരിക്കുക. അപ്പോൾ ഈ ദാസൻ്റെ യജമാനനോട് രാജാവ് കൽപ്പിച്ചു ഇവൻ്റെ ഈ കാര്യം കൈകാര്യം ചെയ്യുവാൻ. അങ്ങനെ ഈ യജമാനൻ എന്താണ് ചിന്തിച്ചത്, അല്ലെങ്കിൽ എന്താണ് തീരുമാനിച്ചത്? യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെ വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം അടിമകളാക്കി വിൽക്കുവാൻ താൻ തീരുമാനിച്ചു. ഈ ഒരു സിസ്റ്റം ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രവാചക ശിഷ്യന്റെ ഭാര്യ എലിശയോട് പറയുന്ന കാര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യജമാനനെ എൻ്റെ ഭർത്താവ് വളരെ വിശ്വസ്തനായ ഒരു ദാസനായിരുന്നു, പക്ഷെ അവൻ മരിച്ചുപോയി. അവർ മരിച്ചുപോയപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായി വളരെ പ്രയാസമുണ്ടായി. ഇപ്പോൾ വേണ്ട കടക്കാർ എൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുന്നു. അപ്പോൾ അത്രയ്ക്കുള്ള ഒരു കടം അവർക്കുണ്ടായിരുന്നപ്പോൾ ഈ കുഞ്ഞുങ്ങളെ അടിമകളാക്കി കൊണ്ടുപോകാൻ ഈ കടക്കാർ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്നത്തെ കാലത്തെ ആ സംവിധാനം എന്തായിരുന്നു എന്നുള്ളത്. ഇവിടെ ഈ ദാസനെയും തൻ്റെ ഭാര്യയും തൻ്റെ മക്കളെയും അവരുള്ളതൊക്കെയും വിൽക്കുവാൻ അവർ കൽപ്പിച്ചു. അപ്പോൾ ഇവരെന്താണ് ചെയ്തത്? അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. അപ്പോൾ അപേക്ഷിച്ചപ്പോൾ ഈ യജമാനൻ അവൻ്റെ കടം ഇളച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, അവനെ വിട്ടയച്ചു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. പക്ഷേ ഈ ഒരു ഉപമയുടെ വളരെ സെൻട്രൽ പോയിന്റ് അടുത്ത വാക്യത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 28-ാമത്തെ വാക്യം, ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്ക എന്ന് പറഞ്ഞു. അവൻ്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാം എന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിൽ ആക്കി വെച്ചു. അപ്പോൾ നോക്കിക്കേ, 10,000 താലന്ത് കടംപെട്ടതായ ആ മനുഷ്യൻ, അവൻ്റെ കടം അവൻ്റെ ഒരു ക്ഷമയുടെ യാചനയ്ക്ക് മുമ്പിൽ വീട്ടപ്പെട്ടപ്പോൾ അവൻ തൻ്റെ കൂട്ടുദാസൻ തന്നോട് പറ്റിയിരിക്കുന്നതായ കടത്തെ ക്ഷമിക്കുവാൻ തയ്യാറാകാതെ അവനെ ഉപദ്രവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അവന് വലിയൊരു ക്ഷമ ലഭിച്ചപ്പോൾ ആ ക്ഷമ തൻ്റെ കൂട്ടുകാരനോട് കാണിക്കുവാൻ കഴിയാത്തവനായിരിക്കുന്ന ദുഷ്ടദാസൻ എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. 31-ാമത്തെ വാക്യം, ഈ സംഭവിച്ചത് അവൻ്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനന് ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കാൻ ഞാൻ ആ കടമൊക്കെ ഇളച്ചു തന്നുവല്ലോ.
എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ച് അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ ക്ഷമയുടെ പ്രാധാന്യം ദൈവരാജ്യത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മൾ ദൈവരാജ്യത്തിലേക്ക് എങ്ങനെ വന്നത്? നമ്മൾ ദൈവരാജ്യത്തിലേക്ക് വന്നത് ക്ഷമ പ്രാപിച്ചാണ് നമ്മൾ കടന്നു വന്നത്. ക്ഷമ നമ്മൾ പ്രാപിച്ചപ്പോൾ നമുക്ക് ലഭിച്ചത് ഹൃദയസമാധാനമാണ്. കർത്താവായ യേശുക്രിസ്തുവിലേക്ക് ഒരുവൻ കടന്നു വരുമ്പോൾ അവന് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം അവന് ഹൃദയസമാധാനമാണ്. ആ ഹൃദയസമാധാനം എങ്ങനെ ലഭിക്കുന്നു? ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുക വഴി നമുക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്നു. പക്ഷേ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ആ ദൈവത്തിൻ്റെ ക്ഷമയെ ഇല്ലായ്മ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു പറയുന്നത് എന്താ? നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോടും അങ്ങനെ ചെയ്യും. നിങ്ങളുടെ പാപങ്ങളെ ദൈവം ക്ഷമിക്കില്ല. ഒരുപക്ഷെ ക്ഷമിച്ചതായ പാപത്തെ പോലും ദൈവം വീണ്ടും കണക്കിലെടുത്ത് നിങ്ങൾക്ക് ദൈവം ക്ഷമ തരാതിരിക്കും. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരെയധികം പ്രശ്നകലുഷിതരായി തീരും. ഇന്ന് അനേകർ അപ്പന്മാരുമുണ്ട്. അവർ സഭയിൽ കടന്നു വരുന്നു, പക്ഷെ അവരുടെ ഹൃദയത്തിൽ മുഴുവൻ കയ്പാണ് ഇരിക്കുന്നത്. അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല, അവർക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നില്ല, ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നില്ല. കാരണം അവർ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ഉപദ്രവം ചെയ്ത ആളുകൾ മുമ്പിൽ കാണുമായിരിക്കാം. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അവരോട് ക്ഷമിക്കണം. നമ്മളവരെ അകലം വിട്ട് മാറിയിരിക്കുന്ന അനുഭവം ഉണ്ടാകാം. പക്ഷേ ഹൃദയത്തിൽ നമ്മൾ ഒരിക്കലും കയ്പ് സൂക്ഷിക്കരുത്. നമ്മളത് വിട്ടുകളയേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവം നമ്മളോട് ആ ക്ഷമിച്ച ക്ഷമയ്ക്ക് ദൈവരാജ്യത്തിൽ ഒരു മൂല്യം ഉണ്ടാവുകയുള്ളൂ. ചില വാക്യങ്ങളൂടെ ഞാൻ നിങ്ങളെ ഇത് സംബന്ധിച്ച് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ആ വാക്യങ്ങളിലേക്ക് കടക്കാം. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ കർത്താവ് യേശുക്രിസ്തു ഗിരിപ്രഭാഷണം നടത്തുമ്പോൾ യേശു പറയുന്നുണ്ട്, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നമ്മൾ ക്ഷമയ്ക്ക് വേണ്ടി യാചിക്കുമ്പോൾ ക്ഷമ ലഭിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചിലർ പറയാറുണ്ട്, ഞാൻ ദൈവത്തോട് ക്ഷമ യാചിച്ചെങ്കിലും എൻ്റെ ഹൃദയത്തിലെ ആ ഒരു വിഷമം മാറിയിട്ടില്ല. എന്താ കാര്യം? നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ല. ദൈവം നമ്മോട് ക്ഷമിക്കണമെങ്കിൽ നാം മറ്റുള്ളവരോടും എന്ത് ചെയ്യണം? ക്ഷമിക്കണം. മത്തായിയുടെ സുവിശേഷം 6:15 ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എഫേസ്യ ലേഖനം 4:32 നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ദൈവം കർത്താവ് യേശുക്രിസ്തുവിലൂടെയാണ് നമ്മളോട് ക്ഷമ കാണിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാം മറ്റുള്ളവരോട് ക്ഷമിപ്പീനെന്ന് കർത്താവ് പറയുന്നു. ദൈവരാജ്യം ക്ഷമയുടെ ദൈവരാജ്യമാണ്. മറ്റുള്ളവരോട് നമ്മൾ സമാധാനം ആചരിക്കുന്ന ദൈവരാജ്യമാണ്. ദൈവരാജ്യത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ നാം മറ്റുള്ളവരോട് ക്ഷമിക്കണം. അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്കും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ക്ഷമ നിങ്ങൾക്ക് അനുഭവിക്കുവാനും ദൈവരാജ്യത്തിൽ ആ സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ കഴിയും. ദൈവവചനത്തെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും തന്നെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ദൈവരാജ്യം ക്ഷമയുടെ ദൈവരാജ്യമാണ്. ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആ ക്ഷമ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ ക്ഷമ ലഭിച്ചവരായ അങ്ങയുടെ മക്കൾക്കായി സ്തോത്രം. അവർ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നീ അവരെ പ്രാപ്തരാക്കണമേ. അങ്ങനെ ദൈവത്തിൻ്റെ ആ സന്തോഷം, ദൈവത്തിൻ്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.